ഹായ്, വെൽക്കം ടു ദ ട്രെഡിങ്സ്. ഈ ഒരു സ്കാലപ്പ് വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചോക്കോ പെന്നോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഹീറ്റ് എറേസബിൾ ഫാബ്രിക് പെന്നോ യൂസ് ചെയ്യാം. വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അയൺ ചെയ്താൽ മതി. അപ്പോൾ അത് മാർക്കിങ് അങ്ങ് പോയിക്കോളൂ. ഇതായിട്ട് എംബ്രോയ്ഡറി ഫ്രെയിം വേണം. പിന്നെ ആ ഒരു സ്കാലപ്പിൻ്റെ ആ ഒരു ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് അത് വേണം. നമ്മൾ കട്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു നോർമൽ ത്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ അല്ലാതെ ഒരു ഗോൾഡൻ പോലത്തെ ഒരു യെല്ലോയിഷ് ആ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. നീഡിൽ നമ്പർ 12 എടുത്തിട്ടുണ്ട്, പിന്നെ എംബ്രോയ്ഡറി നീഡിൽ എടുത്തിട്ടുണ്ട്, പിന്നെ സ്വീക്കൻസ് എടുത്തിട്ടുണ്ട്, ഈ ഒരു കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഈ ഒരു ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് ചെറുതോ വലുതോ ആയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള റൗണ്ടഡ് ആയിട്ടുള്ള ഡപ്പിയോ കോയിനോ എന്തെങ്കിലും എടുത്തിട്ട് അത് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ സ്കാൽപ്പ് വരയ്ക്കാനുള്ള ആ ഒരു ഇത് കിട്ടും. ഞാനിത് സ്ലീവിൻ്റെ പോർഷനാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ദുപ്പട്ടയിലാണെങ്കിൽ ആ ക്ലോത്ത് നേരെ വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇതായിട്ട് ഈ മാർക്ക് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ മെഷീൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫാബ്രിക് അല്ലെങ്കിൽ ക്ലോത്ത് നെറ്റാണെങ്കിൽ അധികം കട്ടിയില്ലെങ്കിൽ താഴ്ഭാഗത്തൊരു പേപ്പർ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കരുത്. അതിന് കുറച്ച് കട്ടിയുള്ള പേപ്പർ വെച്ച് സ്റ്റിച്ച് ചെയ്ത് സ്മൂത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും, അത് ഇളക്കിയെടുക്കാനും പറ്റും. അപ്പോൾ കറക്റ്റ് ലൈനിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ പേപ്പർ വലിച്ചെടുക്കും. ജസ്റ്റ് ഒന്ന് മുകളിൽ കീറി കൊടുത്തിട്ട് ഇങ്ങനെ ആ ഭാഗം ഒരു സൈഡ് ഒന്ന് പിടിച്ചിട്ട് മറ്റേ ഭാഗം ഒന്ന് കീറിയെടുത്താൽ മതി. പിടിച്ചിട്ടുള്ള പേപ്പർ തനിയെ ഇളകി വന്നോളും. ഫ്രെയിമിൽ തുണി വയ്ക്കാം. ഇപ്പം ഞാൻ സ്ലീവിൻ്റെ പോർഷൻ ആയതുകൊണ്ട് എനിക്ക് ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദുപ്പട്ടയിലാണ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മുകളിലത്തെ ഫ്രെയിം അത് റൗണ്ട് വെക്കാൻ നേരത്തെ നമ്മൾ അതിൻ്റെ ഗ്യാപ്പിൽ വെക്കണം. കണ്ടോ, ആ ഗ്യാപ്പിൽ വെക്കുമ്പോഴത്തേക്ക് അത് നശിച്ചു പോകത്തില്ല. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കുറച്ച് തുണിയൊന്ന് വലിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ടൈറ്റ് ആക്കി വെക്കാം. നെറ്റൊക്കെ ആണെങ്കിൽ അധികം ടൈറ്റ് ആക്കരുത്, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് വെക്കാം. ഇത് വെച്ചതിന് ശേഷം ഒരു സൈഡ് കെട്ടിയിട്ട് മറ്റേ സൈഡ് കെട്ടാതെ ഇടണം. ശേഷം എങ്ങനെ തുന്നാന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ നെറ്റ് ആയതുകൊണ്ട് ക്ലിയർ ആവാത്തതുകൊണ്ട് ഞാൻ വേറൊരു തുണിയിൽ ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ ചെയ്താൽ മതി. ചീത്ത ഭാഗത്തു നിന്ന് നല്ല ഭാഗത്തോട്ട് സൂചി പുറത്ത് കൊണ്ടുവന്നിട്ട് ചെറിയൊരു ഗ്യാപ്പിൽ പിന്നെയും സൂചി ഇറക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ, ഇപ്പം നമ്മുടെ എംബ്രോയ്ഡറി നൂലാകുമ്പം കറക്റ്റ് ഒരു 6 എണ്ണം കാണുമല്ലോ, അതിൻ്റെ 3 ആയാൽ കറക്റ്റ് നല്ല വൃത്തിയായിട്ടിരിക്കും. എടുത്തിട്ട് പിന്നെയും അടുത്തൊരു ഇത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെയും സെൻറ്റർ എടുത്തിട്ട് പിന്നെയും അടുത്തൊരു ഇത് ഇറക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. നമ്മൾ മെഷീൻ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ, അതിൻ്റെ മുകളിൽ കൂടെ അല്ല, അതിൻ്റെ കുറച്ച് താഴ്ഭാഗത്ത് കൂടെ വേണം ചെയ്യാനുള്ളത് കേട്ടോ. ഇത് ഈ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്കും നടുക്ക് പിന്നെ എടുത്തിട്ട് ആ ഒരു ഇത് കൊടുത്തതിൻ്റെ കുറച്ച് താഴത്തോട്ട് നീഡിലിറക്കിയിട്ട് പിന്നെയും അവിടുന്ന് സെൻറ്ററിൽ നിന്ന് മുകളിലോട്ട് ഫുള്ള് തുന്നി കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ലാസ്റ്റായി അതും കൂടെ പുറകു വശത്തോട്ട് എടുത്തിട്ട് ചീത്ത ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു നൂല് നമ്മൾ തുന്നിയതുണ്ടല്ലോ ആ ഒരു ഇതെടുത്തിട്ട് ഒരു കെട്ട് കൊടുത്ത് പിന്നെ ഇതാ ഈ ഒരു രീതിയിൽ എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ തുന്നി വെച്ചിരിക്കുന്ന തുണിയൊന്നും വലിയാതെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതായിട്ടാണ് ബീഡ്സ് വർക്ക്. അതിനായിട്ട് ഒരു നോർമൽ ത്രെഡ് എടുത്ത് നീഡിൽ നമ്പർ 12 എടുക്കണം. എന്നിട്ട് 2 സൈഡും കെട്ടിക്കൊടുത്ത് ഇതുപോലെ ഒരു ബീഡ് വെക്കാനുള്ള സ്പേസ് വിട്ടിട്ട് തുണിയുടെ ചീത്ത ഭാഗത്ത് നല്ല ഭാഗത്തോട്ട് നീഡിലെടുത്ത് ഒരു ബീഡ് കോർത്ത് ഇതുപോലെ താഴോട്ട് ഇറക്കിയിട്ട് പിന്നെയും ഒരു ബീഡ് വെക്കാനുള്ള സ്പേസ് വിട്ടിട്ട് ചീത്ത ഭാഗത്ത് നല്ല ഭാഗത്തോട്ട് നീഡിൽ കൊണ്ടുവന്നിട്ട് ഒരു ബീഡ് കോർത്ത് പിന്നെ നേരത്തെ മുന്നമേ വെച്ച് ആ ഒരു ബീഡിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഇടാതെ അധികം ഗ്യാപ്പൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് നീഡിൽ ചീത്ത ഭാഗത്തോട്ട് ഇറക്കാം. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്താൽ മതി. ഈ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്കും ഇതുപോലെ കൊണ്ടുവന്നിട്ട് നമ്മൾ നേരത്തെ ആ എംബ്രോയ്ഡറി ത്രെഡ് ചെയ്തില്ലേ, അതുപോലെ കുറച്ച് താഴത്തേക്ക് ചീത്ത ഭാഗത്തു നിന്ന് നല്ല ഭാഗത്തോട്ട് നീഡിൽ കൊണ്ടുവന്ന് ഇതുപോലെ ബീഡ് കോർത്ത് നമ്മൾ ഇറക്കി കൊടുത്തിട്ട് പിന്നെയും മുകളിലോട്ടുള്ള ഭാഗം നമുക്കത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, ഇതേപോലെ മുകളിലത്തെ ഭാഗത്തു നിന്ന് പിന്നെയും ഇതേപോലെ ബീഡ് കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കി കണ്ടിന്യൂസ് അതേപോലെ ചെയ്താൽ മതി. നമുക്ക് അത് നല്ലപോലെ തന്നെ കിട്ടും.
ഇത് ചെയ്യാൻ നേരം നമ്മൾ കുറച്ച് ക്ഷമയോടെയൊക്കെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കുരുങ്ങി പോവാനും കുരുങ്ങിയാലൊക്കെ ഭയങ്കര പാടായിരിക്കും അത് കറക്റ്റ് ചെയ്യാനൊക്കെ. അതുകൊണ്ട് കുറച്ച് ക്ഷമയോടെ അധികം ധൃതി വയ്ക്കാതെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്കിലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ലാസ്റ്റ് ബീഡും ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചീത്ത ഭാഗത്തോട്ട് വന്നിട്ട് മെയിൻ ക്ലോത്തിൽ തൊടാതെ തന്നെ അവിടെയുള്ള ഏതെങ്കിലും ഒരു നൂലിൽ ഇതുപോലെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് അധികം ടൈറ്റ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിങ്ങനൊരു നല്ലൊരു സ്കാലപ്പ് തന്നെ കിട്ടും. അടുത്തതായിട്ട് ഫിഷ് ഗോൾഡൻ ത്രെഡ് എടുക്കണം. അത് രണ്ട് സൈഡും കെട്ടിക്കൊടുത്തിട്ട് ആ ഒരു സ്കാലപ്പിൻ്റെ വി പോലെ വരുന്ന പോർഷൻ അവിടെ നിന്ന് നമ്മൾ ചീത്ത ഭാഗത്ത് നല്ല ഭാഗത്തോട്ട് സൂചി കൊണ്ടുവന്ന് ആദ്യം ഒരു സീക്വൻസ് പിന്നെ ഒരു ഷുഗർ ബീഡും എടുത്തിട്ട് തിരിച്ച് നമ്മൾ ആ സീക്വൻസ് ചീത്ത ഭാഗത്തിന് കൊണ്ടുവന്നില്ലേ, നീഡിൽ കൊണ്ടുവന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ തിരിച്ച് ചീത്ത ഭാഗത്തോട്ട് സൂചി കൊണ്ടുപോയാൽ മതി. ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു ഇത് കിട്ടും. ഇതുപോലെ ഒന്ന് ആ ഒരു അടുത്തുള്ള ഒരു നീല ത്രെഡുമായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് കൊടുക്കാം. എവിടെ നിന്നെങ്കിലും ഏതോ ഒരു പോർഷനിൽ നിന്ന് ഒരു ചെറിയ സിസർ എടുത്താൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. അവിടെ നിന്ന് നമ്മൾ ആദ്യം ചെയ്ത മെഷീൻ സ്റ്റിച്ചില്ലേ, ആ ഒരു സ്റ്റിച്ചിൻ്റെ തൊട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട്, അതും അടുത്തടുത്തല്ല, കുറച്ചൊരു സ്പേസ്, ഇതിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ ഒരു സ്പേസ് വിട്ടിട്ട് നമ്മളെല്ലാ പോർഷനും ഇതുപോലെ നല്ല സൂക്ഷിച്ച് ആ ഒരു മെഷീൻ സ്റ്റിച്ച് ഒന്നും കൊള്ളാതെ മുറിയാതെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെട്ടിയെടുത്താൽ മതി. ഇതിപ്പോൾ നെറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി എന്ന് പറയുന്നത്. പക്ഷേ വേറെ തുണികളാകുമ്പോഴത്തേക്കും നൂലിങ്ങനെ ഇളകി വന്നിട്ട് അത് ചീത്താവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണാറില്ലേ ഇങ്ങനെ മെഴുകുതിരി കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട്, അങ്ങനെയും അല്ലെങ്കിൽ നമ്മുടെ ഈ അഗർബത്തി അങ്ങനെയൊക്കെ എന്തെങ്കിലും പോലെ ചെയ്താൽ മതി. അപ്പോൾ നൂലിങ്ങനെ ഇളകി വരങ്ങായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റഫായിട്ട് ഒരു തുണിയിൽ ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിൽ മെയിനായിട്ട് ചെയ്താൽ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻറ്റോടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്തത്, ഇതുകൊണ്ടാണ് ഞാനുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.